നിലമ്പൂർ എന്ന പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പ് 7 മണിക്ക് ആരംഭിക്കും. കഴിഞ്ഞ ഒരു മാസത്തിനടുത്തായി നടക്കുന്ന പ്രചാരണത്തിന് ഇന്ന് ജനം വിധിയെഴുതും. 2,32,000 പരം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മുന്നണികളും അതിനിടയ്ക്ക് പോരാട്ടക്കളത്തിലേക്ക് ഇറങ്ങിയ PV അൻവറും എല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷ വോട്ടായി മാറുമോ എന്നാണ് നോക്കേണ്ടതും. 1200 പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സുരക്ഷയ്ക്കായി സജ്ജമാണ്. സമഗ്ര കവറേജുമായി ന്യൂസ് മലയാളം ടീം പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. ശാന്തകുമാർ വെള്ളാലത്തും ബെൻസൺ ബാബുവാണ് മണ്ഡലത്തിൽ നിന്ന് ചേരുന്നത്. ആദ്യം ശാന്തകുമാറിലേക്ക് പോകാം. ശാന്തകുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിലമ്പൂരിൽ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിതാ ജനഹിതം അറിയിക്കാൻ ഇന്ന് നിലമ്പൂരുകാര് വോട്ടിനായി എത്തും. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? പ്രശ്നബാധിത ബൂത്തുകൾ എവിടേക്കാണ്? മോക്ക് പോൾ എപ്പോഴാണ് ആരംഭിക്കുക? വിശദാംശങ്ങൾ. പോളിംഗ് ആരംഭിച്ചു. 5:30 മണിക്ക് തന്നെ ആരംഭിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരുളായി പഞ്ചായത്തിലെ ദേവദാർ ALP സ്കൂളിലാണ്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഈ 4 ബൂത്തുകളിലേക്കുള്ള എല്ലാ 4 ബൂത്തുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ മോക്ക് പോളിംഗ് ആരംഭിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഈ പോളിംഗ് ബൂത്തിനകത്ത് തന്നെയുണ്ട്. അവർ വിശദമായിട്ട് പരിശോധിക്കുന്നു, ഉദ്യോഗസ്ഥർ അവ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സമയം രാവിലെ 7 മണി മുതലാണ് വൈകിട്ട് 6 മണി വരെയാണ്. എന്തായാലും 2,32,381 വോട്ടർമാരാണുള്ളത്. അതിനകത്ത് 7,787 പുതിയ വോട്ടർമാരുണ്ട്. ഇത്രയും വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 263 പോളിംഗ് ബൂത്തുകളാണ് ആകെ മണ്ഡലത്തിലുള്ളത്. അത് നേരത്തെ ഉള്ള പോളിംഗ് ബൂത്തുകളേക്കാൾ 53 പോളിംഗ് ബൂത്തുകൾ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 1,500-ലധികം വോട്ടർമാർ ഒരു ബൂത്തിലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ ഒരു ബൂത്തിൽ 1,100 താഴെ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദേവദാർ ALP സ്കൂളിലെ 4 ബൂത്തുകൾ, ഒരു ബൂത്തിലുള്ളത് 981 വോട്ടാണ്. ബാക്കി വോട്ട് ചെയ്യുന്നതിനുള്ള ഓരോ വോട്ടർമാർക്കും വളരെ സൗകര്യപ്രദമായി വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു സുരക്ഷിതമായി സുരക്ഷിതമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തന്നെയാണ് ഓരോ പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ വോട്ടിംഗ് മെഷീനും അതിന്റെ മറ്റ് യൂണിറ്റുകളും എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു. ആ വോട്ടിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിന്റെ രീതികൾ എന്തെല്ലാം എന്ന് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ അത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ അത് ഉറപ്പുവരുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കരുളായി പഞ്ചായത്തിലെ ദേവദാർ ALP സ്കൂളിലെ 210 നമ്പർ ബൂത്താണ് ഉള്ളത്. ഈ 210 നമ്പർ ബൂത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ 4 ബൂത്തുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചു. എന്തായാലും 7 മണിക്ക് പൊതുജനങ്ങൾക്ക്, വോട്ടർമാർക്ക് വന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അഖില. ശാന്തകുമാർ, ഈ സുരക്ഷാ മുൻകരുതലുകളൊക്കെ എങ്ങനെയാണ് പാലിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകാൻ കഴിയുന്നത്? 3 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ കേരള പോലീസിന്റെ സേനയും MSPയുടെ സേനയും ഉൾപ്പെടെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന 6 ബൂത്തുകളുണ്ട്. ഈ ബൂത്തുകളിലേക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കേരള പോലീസിന്റെയും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അത്ര പ്രശ്ന സാധ്യതാ ബൂത്തുകൾ എന്നുള്ളത് 11 ബൂത്തുകൾ മാത്രമാണുള്ളത്. അത് മുൻകാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനെ ആ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് മാത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്തോ തെരഞ്ഞെടുപ്പിന് പ്രചരണ സമയത്തോ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രതിസന്ധികളോ ഉള്ള ബൂത്തുകൾ ഒന്നും തന്നെയില്ല. എങ്കിലും ഈ പ്രശ്ന സാധ്യത ബൂത്തുകൾ കൂടുതൽ നിരീക്ഷണത്തിൽ കൂടുതൽ പോലീസുകാരുണ്ട്. അതാകെ 13 ബൂത്തുകളാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പോളിംഗ് ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളിലും തന്നെയാണ് ഓരോ ബൂത്തുകളും. അത് എല്ലാ ബൂത്തുകളിലും 263 ബൂത്തുകളിലും രാവിലെ 263 ബൂത്തുകളിലും രാവിലെ 5:30 മണി മുതൽ തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു. ഇനി 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക. 7 മണി മുതൽ തന്നെ വോട്ടർമാർക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്യാനാകും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെയാണ് ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത്. ശാന്തകുമാർ